ആത്മകാരഗ്രഹം 5th ഹൗസിൽ നിന്ന് ആത്മീയ വളർച്ചയ്ക്ക് സൂപ്പറാണ്. അത് ആ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിനനുസരിച്ചുള്ള ദേവതയെ ആശ്രയിക്കുന്ന നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലതായിരിക്കും. ആ ദേവതയുടെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് വരേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലുള്ള ദേവതയെ ആശ്രയിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരുപാട് തിരിച്ചറിവുള്ള വ്യക്തികളായിരിക്കും. ഒരുപാട് കാര്യങ്ങളെ അന്വേഷിക്കും. ആന്തരികമായിട്ടുള്ള ഭാവമാണ് 5ാം ഭാവം. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കും. പൂർവ്വപുണ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും പഴയ കാര്യങ്ങളെയൊക്കെ അന്വേഷിച്ച് ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി ഇവർക്കുണ്ടാവും. മക്കളുമായിട്ടുള്ള അടുപ്പം കൂടും. മക്കളോടൊരു അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ധാർമ്മികമായിട്ടും ഉപാസനാപരമായിട്ടും ഒക്കെ ഒരു ജീവിതം നയിക്കാൻ സോൾ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ ഈ മേഖലകളിലെല്ലാം ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. വെല്ലുവിളികളുണ്ടാവും. ആഗ്രഹിക്കുന്ന മേഖലകളിൽ വെല്ലുവിളികൾ വരുത്തുക എന്നുള്ളത് ആത്മകാരഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അത് കിട്ടും. വെല്ലുവിളിയാണെങ്കിലും അത് കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ വെല്ലുവിളികളെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോകാനും കഴിയത്തില്ല.